സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കറൻ്റ്ലി നിങ്ങൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ നിങ്ങൾ മൈൻഡ് ക്ലിയർ ആൻഡ് കാം ആക്കിയിരിക്കുക. സോ ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. സെക്കൻഡ് വൺ സിക്സ് ഓഫ് പെൻറ്റക്കിൾസ്. തേർഡ് വൺ 3 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, സോ നിങ്ങളിപ്പോൾ കറൻ്റ്ലി കുറച്ചുകൂടെ ബുദ്ധിപരമായി ചിന്തിക്കണം. ലോജിക്കലി ചിന്തിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഒരു ബൗണ്ടറീസൊക്കെ സെറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളെ മറ്റൊരു വ്യക്തി റൂൾ ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇനി വേണ്ട, നിങ്ങൾ ആ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും ഏതൊരു ഇതിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പറായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്ന ആണ്. ചിലപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നുണ്ടാകും. സോ നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരാളെ നിങ്ങൾ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ടില്ല. നിങ്ങളുടെ ലൈഫിൽ മറ്റൊരാൾക്ക് കൺട്രോൾ കൊടുക്കാണ്ടിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കറൻ്റ് എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ഓഫ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 6 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുള്ളൂ. സോ അത് നിങ്ങളൊരു ബാലൻസ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നതായാലും തിരിച്ച് വാങ്ങുന്നതായാലും ഒരു ഈക്വൽ എഫേർട്സ്. ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസിൽ പറയുമ്പോൾ എന്താണ്, നമ്മൾ ഓവറായിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് അവിടെ ആ ഒരു പരാതി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരിക. അതുപോലെ തന്നെ തിരിച്ചും. അപ്പോൾ അവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ മാത്രമല്ല, ഇപ്പം നമ്മുടെ വർക്കായാലും ഈ റിലേഷൻഷിപ്പായാലും എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക എന്നൊരു മെസ്സേജും നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അല്ലെങ്കിൽ ഒരു ടീം വർക്കായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടൈമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീം വർക്കും അതുപോലെ, അതായത് ഈക്വൽ, നമ്മൾ നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു കാർഡിൻ്റെ അതേ എക്സ്പ്ലനേഷൻ തന്നെയാണ്. അതായത് ഈക്വൽ ആയിട്ടുള്ളൊരു എഫേർട്സ് രണ്ട് സൈഡിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ കരിയർ വൈസ് ആയാലും നമ്മളുടെ ഈ ഒരു പേഴ്സണൽ ഗ്രോത്തിലായാലും നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ 7 ഓഫ് കപ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ അത് പറയുന്നത് നമ്മളിപ്പോൾ കറൻ്റ്ലി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചൂസ് ചെയ്യാനായാലും അല്ലെങ്കിൽ ഒരു എന്ത് തീരുമാനം എടുക്കണം എന്നറിയാണ്ട് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. കാരണം നമ്മളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ എന്തിലാദ്യം ഫോക്കസ് ചെയ്യണം, അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് എന്താണോ അത്യാവശ്യമായിട്ട് വേണ്ടത് അതിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ ഒരുപാട് ചോയ്സസ് എന്ന് പറയുമ്പോൾ ചിലതൊക്കെ നമുക്ക് നല്ലതും ചിലത് നമുക്ക് നെഗറ്റീവായിട്ടുള്ളതാണ്. അപ്പം നമ്മൾ നെഗറ്റീവ്സിന് അല്ലെങ്കിൽ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് വരുന്നതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കരിയറിലായാലും ഒരുപാട് ചോയ്സസ് ഉള്ളപ്പോൾ എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയാണ്ട് കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന കാർഡില്ലേ, ക്വീൻ ഓഫ് സോർഡ്സ്, അതുപോലെ നമ്മൾ ബുദ്ധിപരമായി ചിന്തിക്കണം എന്നുള്ളതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ഓരോ ഗോൾസ് ഉണ്ടാകും. സോ ആ ഒരു ലോങ് ടേം ഗോൾസിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. അതിൽ നിന്നും ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന നെഗറ്റിവിറ്റിയെ നമ്മൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഓവറോൾ റീഡിങ്സിൽ നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമ്മളിപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം കാര്യങ്ങളിലൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ബൗണ്ടറീസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് ആയാലും നമ്മളുടെ കരിയർ ആയാലും ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ അറ്റൈൻ ചെയ്യുക. പിന്നെ നമ്മൾ ഈ വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ടീം വർക്കായിട്ട് ചെയ്യുക, ഈക്വലി ഉള്ള എഫേർട്സ് ഇടുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് മെയിനായിട്ട് നമ്മൾ ഡിസ്ട്രാക്ഷൻസ്, നമ്മൾ എന്താണോ നമ്മളെ ഒരു ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്, ഒരു ലക്ഷ്യത്തിലെത്തുന്നതിന് മുന്നേ നമുക്ക് പിന്തിരിപ്പിക്കാനായിട്ടൊരു 100,000 കാര്യങ്ങളുണ്ടാകും. സോ ആ ഒരു ഡിസ്ട്രാക്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ.
സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.